ത്രിപുണ്ഡ്രക മാഹാത്മ്യം അഥവാ വിഭൂതി ഭസ്മം ധരിക്കുന്നതിൻ്റെ മഹിമ. ത്രിപുണ്ഡ്രകം എന്നത് നെറ്റിയിലും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും 3 തിരശ്ചീന രേഖകളായി വിഭൂതി അഥവാ ഭസ്മം ധരിക്കുന്നതാണ്. ഇത് ശിവഭക്തൻ്റെ അടയാളമാണ്. ഇതിനാൽ പാപങ്ങൾ ക്ഷയിക്കുകയും മനസ്സ് വിശുദ്ധമാവുകയും ചെയ്യുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ത്രിപുണ്ഡ്രകം ജനനമരണ ചക്രത്തിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ സഹായിക്കുന്ന ശിവാനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. 3 രേഖകൾ അഹങ്കാരം, കർമ്മം, മായ എന്നിവയെ ദഹിപ്പിക്കുന്ന അഗ്നിയെ സൂചിപ്പിക്കുന്നു. സത്വ, രജോ, താമസ ഗുണങ്ങളെയും ഭൂതഭാവി വർത്തമാനകാലങ്ങളെയും അതിജീവിച്ച് പരമേശ്വരനിൽ ഏകീകരിക്കപ്പെടുന്നതിൻ്റെ പ്രതീകമാണ് ത്രിപുണ്ഡ്രകം. വിഭൂതി ധരിക്കുമ്പോൾ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃതാത് എന്നോ ഓം നമഃശിവായ എന്നോ ജപിക്കാം. സ്കന്ദപുരാണത്തിൽ ശിവഭക്തി മാഹാത്മ്യം എന്ന അധ്യായത്തിൽ ത്രിപുണ്ഡ്രക മാഹാത്മ്യം പറയുന്നു. ഒരിക്കൽ ഒരു കള്ളൻ രാജദൂതന്മാരാൽ വധിക്കപ്പെട്ടു. മാംസം കൊതിച്ചെത്തിയ ഒരു നായ ജഡത്തിൻ്റെ അടുത്തെത്തി. നായയുടെ നഖങ്ങളേറ്റ് ജഡത്തിൻ്റെ നെറ്റിയിൽ ത്രിപുണ്ഡ്രകത്തിൻ്റെ അടയാളമുണ്ടായി. ഈ അടയാളം ഒന്നുകൊണ്ട് മാത്രം രുദ്രദൂതന്മാർ അയാളെ കൈലാസത്തിലെത്തിച്ചു. കള്ളനായിട്ടുപോലും അയാൾ ശിവലോകത്തെത്തിച്ചേർന്നു. ഇതുപോലെ ശിവക്ഷേത്രത്തിൽ ഭേരി മുഴക്കാൻ തോലെടുത്ത മൃഗത്തിന് ശിവലോകപ്രാപ്തി ഉണ്ടാകുമെന്നും ചണ്ടാളൻ പോലും ശിവനാമ ഉച്ചാരണത്താൽ ശുദ്ധനായിത്തീരും എന്നും ശിവഭക്തി മാഹാത്മ്യത്തിൽ പറയുന്നു.